ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ നെയ്ച്ചോറിലേക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 2 കഷ്ണം പട്ട, ഗ്രാമ്പു, ഒരു ഏലക്ക ഇത്രയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളൊക്കെ ഒന്ന് ഏകദേശം വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്തിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പൊടികൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് തേങ്ങേൻ്റെ 2ാം പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു ഒറ്റ വിസിൽ അടിക്കുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു മീഡിയം സൈസിലുള്ള ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കൂടുതൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതലൊന്നും വെള്ളമില്ല, അപ്പോൾ ഞാൻ അത്രമാത്രം വറ്റിച്ചെടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള 1ാം പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാനിവിടെ ഗ്യാസ് ഇനി ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിലൊന്ന് വറുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിൻ്റെയും വെള്ളപ്പത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമക്കറിയാണ്. ഇത് നമ്മൾ ചൂടാറുന്ന തോറും നമ്മുടെ ഈ ഒരു കറിക്ക് അത്യാവശ്യം തന്നെ നല്ല രീതിക്ക് കുറുക്കം വരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.